CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇതിൻ്റെ ഭാഗമായി 5-ാം തീയതി പോളിറ്റ് ബ്യൂറോ യോഗവും തിരുവനന്തപുരത്ത് വെച്ചാണ് ചേരുന്നത്. ഇതിൻ്റെ ഭാഗമായി ജനുവരി മാസം 7-ാം തീയതി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ ഒരു പൊതുസമ്മേളനം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത്. റാലിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ട്, മണിക് സർക്കാർ, പിണറായി വിജയൻ, വൃന്ദ കാരാട്ട്, ബിമൻ ബാസു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ കാര്യം നിങ്ങളെ ഒന്ന് ഔപചാരികമായി അറിയിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഇത് വിളിച്ചത്. ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നത്. ഇതിനു മുമ്പ് കൊച്ചിയിലൊരു കേന്ദ്ര കമ്മിറ്റി യോഗം നടന്നിരുന്നു. അതിനു മുമ്പ് കോഴിക്കോട് ഒരു കേന്ദ്ര കമ്മിറ്റി യോഗം നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പാർട്ടിയുടെ സ്പെഷ്യൽ സമ്മേളനവും പാർട്ടി കോൺഗ്രസും മുമ്പ് തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള പോളിറ്റ് ബ്യൂറോ സെൻട്രൽ കമ്മിറ്റി ആ ഘട്ടത്തിൽ നടന്നിരുന്നു. പ്രത്യേകമായ ഒരു സെൻട്രൽ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഈ മാസം ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഡൽഹിക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാണ് കൂടാറുള്ളത്. കൽക്കത്ത, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മുമ്പൊക്കെ ചേർന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇത്തവണ കേരളത്തിൽ നടത്തണം എന്ന് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെടുകയും അതിനുള്ള സംവിധാനം ഇവിടെ ഏർപ്പാട് ചെയ്യുകയുമാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളത്. പോളിറ്റ് ബ്യൂറോ യോഗം ഇവിടെ തന്നെയായിരിക്കും. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഹാളിൽ തന്നെയായിരിക്കും പോളിറ്റ് ബ്യൂറോ യോഗം ചേരുക. കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർക്ക് താമസിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഹൈസിന്ത് ഹോട്ടലിലാണ്. അവിടെ തന്നെയുള്ള ഹാളിൽ കേന്ദ്ര കമ്മിറ്റി യോഗം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദേശീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി സെൻട്രൽ കമ്മിറ്റി ചർച്ച നടത്തും. ആസന്നമായ വിവിധ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് ആ സംസ്ഥാനങ്ങൾ സ്വീകരിക്കേണ്ടുന്ന ഇലക്ഷൻ കാര്യങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര കമ്മിറ്റി ചർച്ച നടത്തുന്നതാണ്. അത് സംബന്ധിച്ച അജണ്ട എന്താണെന്ന് പോളിറ്റ് ബ്യൂറോ 5-ാം തീയതിയാണത് ഫൈനലൈസ് ചെയ്യുക. 5-ാം തീയതി ചേരുന്ന പോളിറ്റ് ബ്യൂറോ ആണ് സെൻട്രൽ കമ്മിറ്റിയിലേക്കുള്ള അജണ്ട അന്തിമ രൂപം കൊടുക്കുന്നത്. ആ സന്ദർഭത്തിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റ് കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യാൻ പോകുന്നതെന്നുള്ളത് പോളിറ്റ് ബ്യൂറോ 5-ാം തീയതിയാണ് തീരുമാനമെടുക്കുക. ഏഴാം തീയതി വൈകുന്നേരം 5 മണിക്കായിരിക്കും
പൊതുസമ്മേളനം പുത്തരിക്കണ്ട മൈതാനിയിൽ നടക്കുന്നത്. 5 മണിയാണ് ജില്ലാ കമ്മിറ്റി അനൗൺസ് ചെയ്തിട്ടുള്ളത്. സാധാരണ അവസാന ദിവസമാണ് നടത്താറെങ്കിലും ഇത് 7-ാം തീയതി നടത്തുന്നത് എല്ലാ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർക്കും ആ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകണമെന്നതുകൊണ്ടാണ്. അവസാന ദിവസമാകുമ്പോൾ കുറച്ചാളുകൾ എന്തായാലും വൈകുന്നേരം പോകേണ്ടതായിട്ട് വരും. അപ്പം അതിനു മുമ്പ് ഈ തലേ ദിവസമാകുമ്പോൾ എല്ലാവർക്കും CC മെമ്പർമാർക്കെല്ലാം പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് എല്ലാവർക്കും റാലിയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകും. വരുന്ന സഖാക്കൾക്കും ഈ ആളുകളെല്ലാം കാണാനുള്ള ഒരവസരവും ലഭ്യമാകുമെന്നതുകൊണ്ടാണ് സമാപനത്തിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഒരു റാലി നടത്താൻ തീരുമാനിച്ചത്. ശരി, ഇത്ര പോരെ? തുരിത പരിശോധന ആരപേക്ഷ കൊടുത്താലും ഇപ്പോൾ നടക്കുമല്ലോ. അപ്പോൾ അതിനെന്താ പുതുമയൊന്നുമില്ലേ? കോടതി കാണുന്ന കാര്യം പറയല്ലോ, അതിനെന്താ? അതൊന്നൊരു പ്രത്യേകതയുള്ള കാര്യങ്ങളല്ല. കോടതിക്ക് ഓരോ കാര്യത്തെക്കുറിച്ചും അവർക്ക് നിരീക്ഷണം നടത്താവുന്നതാണ്. ഞങ്ങളത് അപകടമാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അന്നത്തെ QV ഈ QV തമ്മിൽ വ്യത്യാസമുണ്ട്. അന്നത്തെ ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിട്ടത് പ്രതിപക്ഷ നേതാവ് കൊടുത്ത ഒരാക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് പിന്നെ അങ്ങനെയുള്ളൊരു ആക്ഷേപമൊന്നും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ അല്ല. ആരോപണം ആരെങ്കിലും ഉന്നയിച്ചതും ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ടതും തമ്മിൽ എങ്ങനെയാണെന്നുള്ളതല്ലേ പരിശോധിക്കപ്പെടുക. VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. ശരി. കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളുടെ വിശദാംശങ്ങൾ, അത് നടക്കുന്നതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം.